രാത്രി നല്ലോണം ലേറ്റായിട്ട് കിടന്നതുകൊണ്ട് ലേറ്റായിട്ടാണ് കേട്ടോ ഇന്ന് എണീച്ചിട്ടുണ്ടായിന്. 2:30 ആയിട്ടുണ്ടായിന് ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ. ഉറങ്ങാൻ കിടക്കാൻ നോക്കുമ്പോഴാണ് ഒരു 2 കേക്കിൻ്റെ ഓർഡർ വന്നത്. പിന്നെ ഞാൻ വന്ന ഓർഡർ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മെനക്കെട്ടിന്ന് അതെല്ലാം ആക്കി എന്നിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിനെ. വേഗം പാത്രവും കഴുകിയിട്ട് ഓടിപ്പോയിട്ട് കിടന്നതാണ് ഇന്നലെ രാത്രി. അപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്. 2 ബ്ലാക്ക് ഫോറസ്റ്റും ഒരു ചോക്ലേറ്റ് കേക്കുമാണ്. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിതാ പതിവ് പോലെ തന്നെ നമ്മളെ ചായ വെള്ളമെല്ലാം അങ്ങ് അടുപ്പത്ത് വെച്ചിട്ട് ചായപ്പൊടിയിലിട്ട് ചായേൻ്റെ പരിപാടികൾ അങ്ങനെ നോക്കുന്നുണ്ട്. എത്ര ലേറ്റായിട്ട് വന്നാലും നമ്മളെ പണി അതാണല്ലോ. അപ്പം പിന്നെ ഓർഡർ കളയാൻ എനിക്കെപ്പോഴും മനസ്സ് വരലില്ല കേട്ടോ. എന്നാലും വയ്യാതാവുമ്പോഴും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ ക്യാൻസൽ ചെയ്യലുള്ളൂ. അപ്പം അങ്ങനെ ഇതാ ചായയെല്ലാം റെഡി ആയിട്ടുണ്ട്. ചായ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം ഞാനിതാ നമ്മളെ കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. വീട്ടിലുള്ള ആവശ്യത്തിനുള്ള പാത്രം അത് വേറെ, കേക്കിൻ്റെ ഐറ്റംസ് വേറെ, അങ്ങനെയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ അതെല്ലാം ഞാൻ ഓരോ ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇതാ നമ്മളെ ചക്കിക്ക് കൊടുക്കേണ്ട ചോറ് വിരക്കുന്നതാണ് കേട്ടോ. അതാണ് അതിനിടയിൽ നടക്കുന്നത്. പിന്നെ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രാവിലെ അരച്ച് വിടുന്ന നമ്മളെ കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു കടിയാണ് കേട്ടോ. പച്ചരിയും ചോറും തേങ്ങയും ജീരകമെല്ലാം ഇട്ടിട്ട് ഒരു കഷ്ണം ഉള്ളിയും കൂടി ഇടുവേ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് ചുടുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നല്ലൊരു മൊളീഷ്യനോ അല്ലെങ്കിൽ നല്ലൊരു ചിക്കൻ കറിയോ എല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇത് താനേ തിന്നു പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ അരവ് ശരിയായിട്ടുണ്ട്. ഉഴുന്നും അരിയെല്ലാം പൊതിർക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഞാൻ അപ്പാട് ഇതാ പച്ചരി വീഴും വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ കിടക്കുക. ഇന്നലത്തെ 2:30 ആ സമയത്ത് വെള്ളത്തിലിട്ടതാണ്. അപ്പം നല്ല മത്തിമുളക് ഇട്ടതുകൊണ്ടാണ് ഒന്നാമത് ഞാനത് വെള്ളത്തിലിട്ടിട്ട് കിടന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തലേന്ന് ആക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കടലക്കറി ബാക്കിയുണ്ടായിന്. അപ്പോൾ അത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, അത് അപ്പാടെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് ഇതാ ചൂടാക്കുന്നുണ്ട്. കടലക്ക വേണ്ടുന്നവർക്ക് കടലക്ക എടുക്കുക, മുളകിട്ടത് വേണ്ടുന്നവർക്ക് മുളകിട്ടത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ചൂടാക്കുന്നുണ്ട്. പിന്നെ ഇതാ വേഗം ദോശ ചുട്ടിട്ട് സെറ്റാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇന്നിപ്പം ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം 2-3 മീനും എടുത്ത് പൊരിച്ചു. പിന്നെ ചോറും വേഗം അടുപ്പത്താക്കി. അപ്പോൾ നേരത്തെ മൊളീഷ്യൻ കുറച്ച് ബാക്കിയുണ്ടായിനെ. എനിക്ക് ഇനിയിപ്പോൾ അത് മതി. ഇനിയിപ്പോൾ രാത്രിക്ക് ഞാൻ വേറെ എന്തെങ്കിലും കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനിടയിൽ പിള്ളേരെ യൂണിഫോം തേക്കാനുണ്ടേന്. അപ്പോൾ അതെല്ലാം തേച്ചിട്ട് തേജുവിന് സ്കൂളിൽ പറഞ്ഞിട്ട് ഞാനും ദേവുട്ടനും ഇതാ റോട്ടുമ്മൽ വന്നിട്ടുണ്ട്. ദേവുട്ടൻ്റെ വണ്ടി വരാൻ ഏകദേശം സമയമായിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പം പിന്നെ വണ്ടിയെല്ലാം വന്ന്. അപ്പോൾ ദേവുട്ടൻ്റെ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഓടി ഇതാ വീട്ടിലേക്ക് വരുന്നതാണ്. ഇനിയും കുറച്ച് പണികളുണ്ട്. വേഗം വന്നിട്ട് അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേഗം ഒന്ന് തിരുമ്പിയാറിയിടുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അധികം വെയിലില്ല, ഒരു തരം മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മേലെ ഇടണോ തുണി താഴെ ഇടണോ എന്നുള്ള കൺഫ്യൂഷനിലുള്ള അവസാനം ഞാനിതാ മുറ്റത്ത് തന്നെയാണ് കേട്ടോ ആറിയിട്ടത്. അലക്കലും ആറിയിടലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം ആത്ത് കയറിയിട്ടുണ്ടേ. കേക്ക് കൊടുക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം അതിൻ്റെ മേലെ പേരും എഴുതാനുണ്ട്, ടോപ്പറെല്ലാം ഒന്ന് കുത്തി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്യുന്നതാണേ.
അപ്പോൾ ഇതാണ് എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് പറയണേ. കസ്റ്റമർ വരാനായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വേഗം ബോക്സിലെല്ലാം ആക്കിയിട്ട് സെറ്റാക്കുന്നുണ്ട്. വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. കാടാച്ചിറ സ്കൂളിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അവർ വരാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാൻ എത്തുമ്പോഴത്തേക്കൊന്നും അവർ എത്തിയിട്ടുണ്ടായില്ല. പിന്നെ കുറേ സമയം കാത്തു നിന്ന്. അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ വേഗം കൊടുത്തിട്ട് വന്നേ. അപ്പോൾ പെങ്ങളെ വീട്ടിൽ കൂടെ ഏകദേശം ആവാനായിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളുണ്ടായിന്. അവിടെ വിറകെല്ലാം എടുത്ത് വെക്കാൻ, അട്ടി വെക്കാനെല്ലാം ആയിട്ട്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. ഇളയ പെങ്ങളും ഓളെ പിള്ളേരും എല്ലാം ഉണ്ടായിന്. എൻ്റെ പിള്ളേർ രണ്ടും സ്കൂളിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഒത്തുപിടിച്ച് അതെല്ലാം ചെയ്ത് എല്ലാം അട്ടിയായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഉണ്ണിക്കുട്ടൻ്റെ സ്കൂൾ കൂട്ടിയോണ്ട് ഉണ്ണി ഞാൻ മാമീൻ്റെ ഒപ്പം വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനും ഉണ്ണിയാണ് കേട്ടോ പോകുന്നത്. ഓൻ്റെ അമ്മയും ഏച്ചിയെല്ലാം പോയി. നമ്മൾ രണ്ടാളും കൂടി വീട്ടിലേക്ക് പോകുന്നതാണ്. പോകുന്ന വഴിയിൽ നല്ല ദാഹം. അപ്പോൾ അവിടെ ഞാനൊരു മൊജീറ്റവും ഉണ്ണി ഒരു പൈനാപ്പിൾ ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് അതും വന്നിട്ട് കുടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വേഗം കിട്ടിയ ആ ഒരു ചൂടല്ലേ ആ ഒരു പിന്നെ ആർത്തിയിൽ അപ്പാടെ അങ്ങ് കുടിച്ച് പിന്നെ അടുത്ത ബേക്കറിയിൽ നിന്ന് പിള്ളേർക്ക് കുറച്ച് ഐസ്ക്രീമും പിന്നെ അങ്ങനെ സ്നാക്സ് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് ഞാനും ഉണ്ണി വീട്ടിലേക്ക് പോന്നാന്നേ. പിന്നെ വീട്ടിലെത്തിയിട്ട് കേക്ക് കൊടുക്കേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ടായിന്. ഇതൊരു ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ അത് പിന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പേരും കാര്യങ്ങളെല്ലാം എഴുതുന്നുണ്ട്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്ത് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.